ഓട്ടോറിക്ഷ ഉൾപ്പെടെ ടാക്സികളോടും ആംബുലൻസുകളോടും വിട പറയാൻ സമയമായിരിക്കുന്നു. വിശ്വാസം വന്നില്ല അല്ലേ? എങ്കിൽ കേട്ടോളൂ. നമ്മുടെ മദ്രാസ് IITയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ പ്ലെയിൻ കമ്പനി നിർമ്മിക്കുന്ന അവരുടെ ഇലക്ട്രിക് പ്ലെയിൻ മോഡലായ E200X എന്ന വിമാനത്തിന് വാണിജ്യ ആവശ്യത്തിനും അല്ലാതെയും ഇന്ത്യയിലുടനീളം പറക്കുന്നതിനുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് DGCA സർട്ടിഫിക്കേഷൻ ലഭിച്ചു. E200X എന്ന ഇലക്ട്രിക് പ്ലെയിൻ eVTOL എന്നറിയപ്പെടുന്ന ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനമാണ്. 2026ഓടെ eVTOL സേവനങ്ങൾ ആരംഭിക്കാൻ പ്ലെയിൻ കമ്പനി പദ്ധതിയിടുന്നു. കൂടാതെ 3 വർഷത്തിനുള്ളിൽ 5 ലക്ഷത്തിലധികം യാത്രക്കാരുടെ ദൈനംദിന യാത്രകൾക്ക് ഉതകുന്ന വിധം സർവീസ് പ്ലാൻ ചെയ്യുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ, ടാക്സി, അതായത് ഊബർ ഉൾപ്പെടെ എല്ലാം അപ്രസക്തമായേക്കാം. പ്ലെയിൻ ടാക്സികൾക്ക് യാത്രാ ചെലവ് വളരെ കുറവാണ് എന്നതാണ് ഇതിലെ ആകർഷണം. ഇതിലെ യാത്രാ ചെലവ് ഊബർ ടാക്സിയുടെ 1.5-2 ഇരട്ടി മാത്രമേ വരികയുള്ളൂ. തിരക്കേറിയ റോഡിലൂടെയുള്ള ഗതാഗതക്കുരുക്ക് ഭയക്കാതെയും കൃത്യസമയത്ത് നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഇലക്ട്രിക് പ്ലെയിനുകൾ വളരെ വലുപ്പം കുറഞ്ഞതും 2 മുതൽ 3 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്. പരമാവധി 200 കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുന്നതും 150 മുതൽ 200 km/h വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ ഈ വിമാനം ഒറ്റ ചാർജിൽ 200 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുകയും ചെയ്യും. കാറുകൾ പാർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ഈ വിമാനങ്ങൾ വളരെ ഈസിയായി പാർക്ക് ചെയ്യാം. ഇനി നഗരങ്ങളിലാണെങ്കിൽ ആ തിരക്ക് ഇതിനെ ബാധിക്കുകയേയില്ല. കാരണം ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പ് വരെ വളരെ ഈസിയായി പറത്താൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ. ഇത്തരത്തിലുള്ള എയർ ടാക്സികൾ ഒരു ഹെലികോപ്റ്ററിനെ അപേക്ഷിച്ച് ശബ്ദം വളരെ കുറവായിരിക്കും എന്നതും ഇതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ എയർ ആംബുലൻസ് കമ്പനിയായ ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ കെയർ എയർ ട്രാൻസ്ഫർ ടീം ICATT പ്ലെയിൻ കമ്പനിയുമായി $1 ബില്യൺ വില വരുന്ന 788 എയർ ആംബുലൻസുകൾ വിതരണം ചെയ്യാൻ കരാറിലൊപ്പിട്ടു. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും എയർ ആംബുലൻസ് സർവീസ് തുടങ്ങാനാണ് ICATTയുടെ പ്ലാൻ. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മൾ ഇന്ന് കാണുന്ന ആംബുലൻസ് സർവീസുകൾ അപ്രത്യക്ഷമായേക്കാം. 2025, അതായത് ഈ വർഷം അവസാനത്തോടെ 3 മുതൽ 4 ആൾക്കാരെ വരെ വഹിക്കാൻ കഴിയുന്ന കുറച്ചുകൂടി വലിയ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുമെന്നും പ്ലെയിൻ കമ്പനിയുടെ സ്ഥാപകനായ സത്യ ചക്രവർത്തി പറയുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വിമാനങ്ങൾക്കായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും കമ്പനിയുടെ സ്ഥാപകൻ കൂട്ടിച്ചേർത്തു. സമീപ ഭാവിയിൽ തന്നെ നമ്മളെല്ലാവരും ആശുപത്രി ആവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള യാത്രകൾക്കോ ഒരു വിമാനം തിരഞ്ഞെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല.